ഹായ് ഓൾ. ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം എല്ലാവരും കുറെ നാളായിട്ട് FCI എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് FCIയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ വരുമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് FCIയുടെ ഭാഗത്തുനിന്ന് നോട്ടീസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നവരെ കാത്തിരിക്കുന്നതിന് മുമ്പ് ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്തൊക്കെ ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ പോസ്റ്റുകളിലേക്കായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്, ഏറെക്കുറെ എത്രത്തോളം വേക്കൻസികൾ ഉണ്ടാവും, ഈ വേക്കൻസിയെക്കാളും കൂടുതലേ വരികയുള്ള യഥാർത്ഥ പോസ്റ്റുകളുടെ എണ്ണം, അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വേക്കൻസികൾ, ഒപ്പം തന്നെ ഇതിലെ വ്യത്യസ്ത പോസ്റ്റുകളിൽ നടക്കുന്ന എക്സാമിനേഷന്റെ പാറ്റേൺ, അപേക്ഷിക്കാനുള്ള പ്രായപരിധി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് നോട്ടിഫിക്കേഷൻ 2026 വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് 33,566 വേക്കൻസികളാണ്. ഈ ഒരു വേക്കൻസി ഉയരാൻ മാത്രമേ ഉള്ളൂ സാധ്യത. ഒന്ന് ഓർക്കുക, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, നോട്ടിഫിക്കേഷൻ വരിക മാത്രമേ ചെയ്യത്തുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്, അതിന്റെ ഉത്തരം നമ്മൾ പറയാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലാണ് ഇതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരുന്നത്. നമുക്ക് സൈറ്റിൽ കയറി ഇത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ റിക്രൂട്ട്മെന്റ് 2026 തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് പ്രധാനമായിട്ട് റിക്രൂട്ട്മെന്റ് നടക്കാൻ പോകുന്നത് കാറ്റഗറി 1, 2 and 3 കാറ്റഗറികളിലാണ്. ഇനിയും ഇത് ഓൺലൈൻ പോർട്ടലിലൂടെ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഞാൻ ഈ പറഞ്ഞ, അതായത് ഈ നോട്ടീസിന്റെ കാര്യം നിങ്ങൾക്ക് അറിയണമെങ്കിൽ FCIയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്കിത് കിട്ടും. ഇനിയും FCIയുടെ റിക്രൂട്ട്മെന്റ് നമുക്കറിയാം, FCI ഇന്ത്യയുടെ ഒരു ഭക്ഷ്യസുരക്ഷയുടെ കാവൽക്കാരാണ്. FCIയുടെ റിക്രൂട്ട്മെന്റ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ RBIയുടെയും നബാർഡിന്റെയും അതുപോലെ തന്നെ മറ്റു ചില പ്രത്യേക ഏജൻസികൾ ISRയുടെ ഒക്കെ കൂട്ടാണ് അവർ നടത്തുന്നത്. അതായത് എക്സാമിനേഷനും റിക്രൂട്ട്മെന്റും ഒക്കെ നടത്തുന്നത് FCI ആയിരിക്കും. എന്നാൽ ഇവർ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ ഇടുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. നോട്ടിഫിക്കേഷൻ ഇടുമ്പോൾ തന്നെ എക്സാമിനേഷൻ അപേക്ഷിക്കാനുള്ള തീയതി, അതുപോലെ തന്നെ എക്സാമിനേഷന്റെ തീയതി, ഒപ്പം തന്നെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് എന്നത്തേക്ക് റിക്രൂട്ട്മെന്റ് ഏറെക്കുറെ നടത്തും എന്നുവരെ കൃത്യമായിട്ടുണ്ടാവും. അതായത് നോട്ടിഫിക്കേഷൻ വന്ന് ഏതാണ്ട് 6ാമത്തെ മാസം റിക്രൂട്ട്മെന്റ് നടത്തുന്ന രീതിയിലായിരിക്കും പലപ്പോഴും ഇവര് എന്ത് ചെയ്യുന്നത്, നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നോട്ടിഫിക്കേഷൻ വന്നിട്ട് എക്സാമിനേഷനിലൊക്കെ ദൂരം, അതായത് ഫസ്റ്റ് ദിവസത്തെ നോട്ടിഫിക്കേഷൻ മുതൽ എക്സാമിനേഷൻ വരെയുള്ള ദൂരം ഏറെക്കുറെ ഒരു 40 അല്ലെങ്കിൽ 45 ദിവസമായിരിക്കും. ഈ ഒരു സമയത്തിനുള്ളിൽ പഠിച്ച് ഇത്തരത്തിലുള്ള ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതുപോലെ തന്നെ എക്സാമിനേഷന്റെ ടയർ 1, CBT 1ഉം CBT 2ഉം തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ചിലപ്പോൾ 20 ദിവസങ്ങൾ അല്ലെങ്കിൽ 25 ദിവസങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിന് നമ്മൾ നേരത്തെ തന്നെ തയ്യാറെടുത്ത് തുടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇപ്പൊ നിങ്ങൾക്ക് നൽകുന്നത്. ഇനിയും ഇതിന്റെ വേക്കൻസികൾ ഏറെക്കുറെ ഔട്ട്ലൈൻ നമ്മൾ പറഞ്ഞിരുന്നു. ഏതാണ്ട് 33,566 വേക്കൻസികളാണ് ആകെ മൊത്തത്തിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാൻ പോകുന്നത്. ഇനി അതിന്റെ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് 6,221 വേക്കൻസികൾ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് മാനേജർ പോസ്റ്റിലേക്ക്, അതായത് മാനേജർ പോസ്റ്റിലേക്കാണ് വരുന്നത്. അടുത്തത് 27,345 പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് ലെവലിലേക്കാണ് വരുന്നത്. ഇവിടെ പ്രധാനമായിട്ടും വരുന്നത് ക്ലറിക്കൽ ആൻഡ് അസിസ്റ്റന്റ് റിലേറ്റഡ് പോസ്റ്റ് ആണ്. അവിടെ വേക്കൻസികളുടെ എണ്ണം കൂടുതലാണ്. ഇതിനെ നമ്മൾ കാറ്റഗറി 3യിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്, അതായത് 2 കാറ്റഗറിയിൽ തന്നെ വ്യത്യസ്ത പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് കാറ്റഗറി 2ൽ വരുന്ന മാനേജർ പോസ്റ്റുകൾ ഏതൊക്കെയാണ്. അതിൽ ആദ്യമായിട്ട് മാനേജർ ജനറൽ ആണ്, അടുത്തത് മാനേജർ റിപ്പോർട്ട് ആണ്, അടുത്തത് മാനേജർ മൂവ്മെന്റ് ആണ്, അടുത്തത് അക്കൗണ്ടന്റ് റിലേറ്റഡ് മാനേജർ ആണ്, അടുത്തത് ടെക്നിക്കൽ റിലേറ്റഡ് മാനേജർ ആണ്, അടുത്തത് സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ തുടങ്ങിയ മേഖലയിലേക്കുള്ള മാനേജേഴ്സ് ആണ്. ഇനി കാറ്റഗറി 3ലേക്ക് എത്തുമ്പോൾ കാറ്റഗറി 3 അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. ഈ അസിസ്റ്റന്റ് പോസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ജനറൽ ആണ്, അടുത്തത് അസിസ്റ്റന്റ് ഗ്രേഡ് 3 അക്കൗണ്ട്സ് ആണ്, അസിസ്റ്റന്റ് ഗ്രേഡ് 3 ടെക്നിക്കൽ ആണ്. ഈ അസിസ്റ്റന്റ് ഗ്രേഡ് ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഇവിടെ പ്രധാനമായിട്ടും വരുന്നത് അഗ്രികൾച്ചർ, ബയോടെക്നോളജി, ഫുഡ് സയൻസ് തുടങ്ങിയ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇവിടെ ടെക്നിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ഡിപ്പോർട്ട്, അടുത്തത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 ടൈപ്പിസ്റ്റ് ഹിന്ദി. ഇത്രയും പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നോട്ടിഫിക്കേഷൻ ചിലപ്പം ആയിട്ട് ഏതെങ്കിലും പോസ്റ്റ് കൂടി ഉണ്ടാകാം. നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോസ്റ്റുകളാണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് ക്വാളിഫിക്കേഷന്റെ ഓവർവ്യൂ ഒന്ന് നോക്കാം. ഓരോ പോസ്റ്റിനും എന്തൊക്കെയായിരിക്കും അടിസ്ഥാന യോഗ്യത എന്ന് നോക്കാം. അതിൽ ആദ്യമായിട്ട് ഗ്രേഡ് 3യിലേക്ക് വരുമ്പോൾ, ജനറൽ റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും വിഷയത്തിലെ ബിരുദം മാത്രം മതിയാവും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ. അടുത്തത് ഗ്രേഡ് 3യിലേക്ക് വരുമ്പോൾ തന്നെ അക്കൗണ്ട്സ് സെക്ഷനിലേക്ക് വരുമ്പോൾ BCom അല്ലെങ്കിൽ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട റെലവന്റ് ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. ഇനിയും ഗ്രേഡ് 3യിൽ തന്നെ ടെക്നിക്കൽ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അഗ്രികൾച്ചർ, ഫുഡ് സയൻസ്, ബയോടെക്നോളജി തുടങ്ങിയ മേഖലയിൽ നിങ്ങൾക്ക് എന്തുണ്ടാവണം, ബിരുദം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഇനി എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് സിവിൽ, ഇലക്ട്രിക്കൽ, മെക്ക് തുടങ്ങിയതിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി, BTech ഡിഗ്രി തന്നെ ഉണ്ടായിരിക്കണം. ഇനി മാനേജർ പോസ്റ്റുകളിലേക്ക് വരുമ്പോൾ റെലവന്റ്
ഗ്രാജുവേഷൻ അവർ പറയുന്നുണ്ട്. ആ പോസ്റ്റുകളിൽ തന്നെ 60% കുറയാത്ത മാർഗം നിങ്ങൾക്ക് കിട്ടിയിരിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി പ്രായപരിധിയിലേക്ക് നമുക്ക് നോക്കാം. എന്താണ് ഇതിൽ പ്രായപരിധി? ഇവിടെ അസിസ്റ്റന്റ് ഗ്രേഡ് 3യിലേക്കും മാനേജർ റിപ്പോർട്ടിലേക്കും നമുക്ക് പ്രായപരിധി ഒരേ പ്രായം തന്നെയാണ്. 28 വയസ്സ് വരെ മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഈ പ്രായപരിധിയിൽ OBC വിഭാഗങ്ങൾക്ക് 3 വർഷവും SC/ST വിഭാഗങ്ങൾക്ക് 5 വർഷവും ഇളവ് ലഭിക്കും. ഓർക്കുക, ഇവിടെ നമ്മൾ ക്രിമീലിയർ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതുണ്ട്, നോൺ ക്രിമീലിയർ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതുണ്ട്. ഇത് വാങ്ങേണ്ടത് OBC വിഭാഗങ്ങൾ എവിടെ നിന്നാണ്? തഹസിൽദാരിൽ നിന്നാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ നേരത്തെ തന്നെ വാങ്ങി വെക്കുന്നത് ഉപകാരമായിരിക്കും. അടുത്തത് മാനേജർ ഹിന്ദി പോസ്റ്റാണ്. ഇതിലേക്ക് 35 വയസ്സ് വരെയും അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും എക്സാമിനേഷന്റെ ഡിഫറൻറ്റ് സ്റ്റേജുകൾ എങ്ങനെയാണ് നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത ശേഷം നിങ്ങൾക്ക് ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് CBT എക്സാമിനേഷൻ 1 ആണ്. ഇത് എല്ലാവർക്കും ഒരേ എക്സാമിനേഷൻ തന്നെയായിരിക്കും. അടുത്തത് സ്റ്റേജ് 2-ൽ നിങ്ങൾ പ്രധാനമായിട്ടും എഴുതേണ്ടത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സബ്ജക്ട് സ്പെസിഫൈഡ് ആയിട്ടുള്ള പേപ്പറുകൾ കൂടി അറ്റംപ്റ്റ് ചെയ്യേണ്ടി വരും എന്നത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. സ്റ്റേജ് 3-ൽ നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങളുടെ സ്കിൽ ടെസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂ ഫേസ് ചെയ്യേണ്ടി വരും. അതായത് നോട്ടിഫിക്കേഷനിൽ വ്യത്യസ്തങ്ങളായുള്ള പോസ്റ്റുകൾക്ക് വ്യത്യസ്തങ്ങളായുള്ള മാനദണ്ഡമായിരിക്കും പറയുന്നത്. ചില പോസ്റ്റുകൾക്ക് ഇന്റർവ്യൂ മെൻഷൻ ചെയ്തിരിക്കും. അവർ തീർച്ചയായിട്ടും ഇന്റർവ്യൂ ഫേസ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന സ്കോർ കൂടി അസസ് ചെയ്തിട്ടായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. എന്നാൽ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റെനോഗ്രാഫർ, അതുപോലെ തന്നെ അക്കൗണ്ടന്റ് പോലുള്ള ചില പോസ്റ്റുകൾക്ക് സ്പെസിഫൈഡ് ആയിട്ട് പറയുന്ന ചില മാനദണ്ഡങ്ങളാണ്. അതായത് അവിടെ നിങ്ങളുടെ കഴിവ് പ്രൂവ് ചെയ്ത് കാണിക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്കോർ കൂടി ഉണ്ടായിരിക്കും. അതും കൂടി ചേർത്തായിരിക്കും ഫൈനൽ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുന്നത്. ഈ റാങ്ക് ലിസ്റ്റിൽ എഴുതുന്ന എല്ലാ ആൾക്കാരും, അതായത് മുഴുവൻ ആൾക്കാരെയും എടുത്തുകൊണ്ടായിരിക്കും നിങ്ങൾ ഇവിടെ പ്ലേസ്മെന്റ് നടക്കുന്നത്. നാലാമതായിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ്ങും റിക്രൂട്ട്മെന്റുമാണ് ഇവിടെ വരുന്നത്. ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരള PSC-യിലൊക്കെ ചെയ്യുന്നത് പോലെ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് ഓരോരുത്തരെ റിക്രൂട്ട് ചെയ്യുന്ന രീതിയല്ല ഇവിടെ പാലിക്കുന്നത്. മറിച്ച് റാങ്ക് ലിസ്റ്റിൽ ആവശ്യമുള്ളവരുടെ എണ്ണം നേരത്തെ തന്നെ തീരുമാനിക്കുകയും മുഴുവൻ ആൾക്കാരെയും അവർ റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ആ എടുക്കുന്ന മുഴുവൻ ആൾക്കാർക്ക് 1 മുതൽ അവസാനം വരെയുള്ളവർക്ക് ഒരുമിച്ച് അഡ്വൈസും കൊടുക്കുന്ന രീതിയാണ് FCI ഉൾപ്പെടെയുള്ള ഏജൻസികൾ ചെയ്യുന്നത്. ഇനിയും CBT 1 എന്ന് പറയുന്ന എക്സാമിനേഷനിൽ എന്തൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത് നോക്കാം. CBT 1 നമുക്കറിയാവുന്ന പോലെ തന്നെ ബാങ്കിങ് എക്സാമിനേഷനും SSCക്കും ഒക്കെ ചോദിക്കുന്ന അതേ പാറ്റേൺ തന്നെയാണ്. ഇതിൽ ഇംഗ്ലീഷ് പ്രധാനമായിട്ടും ഒരു ഏരിയ ആയിട്ട് വരുന്നുണ്ട്. അതിനുശേഷം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്. അടുത്തത് റീസണിങ് ആൻഡ് മെന്റൽ എബിലിറ്റി വരുന്നുണ്ട്. മൂന്നാമതായിട്ട് GK ആണ് വരുന്നത്. ഏറെക്കുറെ SSCക്ക് സമാനമായിട്ട് തന്നെ ജോഗ്രഫി, ഹിസ്റ്ററി, സയൻസ് തുടങ്ങിയ ടോപ്പിക്കുകളൊക്കെ ഈക്വൽ ആയിട്ട് ചോദിക്കുന്ന രീതിയിലാണ് ഇതിൽ GK എന്ന് പറയുന്ന ടോപ്പിക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾക്ക് ഈക്വൽ വെയിറ്റേജ് തന്നെയാണ് നൽകുന്നത്. മാത്രമല്ല ഇതിന് ഓരോന്നിനും 15 മിനിറ്റ് വീതം കൃത്യമായിട്ട് അലോക്കേറ്റും ചെയ്തിട്ടുണ്ട്. അതായത് ബാങ്കിങ് എക്സാമിനേഷനിലായി കാണുന്ന പോലെ കൃത്യമായിട്ട് 15 മിനിറ്റ് കൊണ്ട് ഓരോ ക്വസ്റ്റ്യനുകളും നമ്മൾ എന്ത് ചെയ്യണം? തീർത്ത് പോകേണ്ടതുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തതായിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയധികം ഡിഫിക്കൽട്ടി ലെവൽ അല്ലെങ്കിൽ ഇത്രമാത്രം സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊരു ക്വസ്റ്റ്യന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് 36 സെക്കൻഡാണ്. ഈ 36 സെക്കൻഡ് കൃത്യമായിട്ട് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ CBT 1-ൽ അത്യാവശ്യം സേഫ് സോണിൽ എത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്പീഡും ആക്യുറസിയും കൂട്ടിയെടുക്കേണ്ടത് ഇപ്പോൾ തന്നെ തുടങ്ങേണ്ടത് അനിവാര്യമായ കാര്യമാണ്. അടുത്തത് ഫേസ് 2-ലേക്ക് വരുമ്പോഴാണ് സ്പെസിഫൈഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കൂടി ഫേസ് ചെയ്യേണ്ടി വരും. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ അസിസ്റ്റന്റ് ഗ്രേഡ് 3-ലേക്ക് വരുമ്പോൾ, ടെക്നിക്കിലേക്ക് എത്തുമ്പോൾ പേപ്പർ 1-ഒപ്പം തന്നെ അവരുടെ പേപ്പർ 2-ലേക്ക് വരുന്ന നിങ്ങളുടെ ഡൊമീനിയൻ സയൻസ് ഏതാണോ അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടി വരും. ഇനിയും ജനറൽ കാറ്റഗറി അസിസ്റ്റന്റ് ഗ്രേഡ് ജനറൽ ആണെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ 1-ന്റെ റിക്വയർഡ് പേപ്പർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി സ്പെഷ്യലൈസ്ഡ് അക്കൗണ്ടന്റ് റിലേറ്റഡ് പോസ്റ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ ഒരു ജനറൽ പേപ്പർ ഉണ്ടാവും. ഒപ്പം തന്നെ നിങ്ങൾക്ക് ആ പേപ്പർ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടി വരും. അതിൽ ജനറൽ ടോപ്പിക്കിന് മാത്രം എന്താണ് AG3 ജനറലിന് മാത്രമേ എന്നുള്ള ഒറ്റ പേപ്പറേ ഉള്ളൂ. ബാക്കി 2 കൂട്ടർക്ക് എന്തുണ്ട്? അവരുടെ സബ്ജക്ട് സ്പെസിഫൈഡ് ആയിട്ടുള്ള ടോപ്പിക്ക് വരുന്നതായിരിക്കും. അസിസ്റ്റന്റ് ഗ്രേഡ് ടെക്നിക്കലിലേക്ക് എത്തുമ്പോൾ അവിടെ പ്രധാനമായിട്ടും അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് എല്ലാവരും കോമൺ ആയിട്ട് പഠിക്കേണ്ടതാണ്. അതിനുശേഷം ഇനി നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് FCI അസിസ്റ്റന്റ് ഗ്രേഡ് 3 ആണ്. അതിന്റെ എക്സാമിനേഷൻ പാറ്റേൺ ഇതിൽ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് 2 ഗ്രൂപ്പുകളിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തായിരിക്കും എഴുതേണ്ടി വരിക. അതായത് പ്രധാനമായിട്ടും അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അത് 2-ലും കോമൺ ആയിട്ടുണ്ട്, 2 ഗ്രൂപ്പിലും ഉണ്ടാകും. അഗ്രികൾച്ചറിനൊപ്പം ബോട്ടണിയും സുവോളജിയും എടുത്ത് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പായിട്ട് മാറാം. അതിനെ നമ്മൾ ഗ്രൂപ്പ് A എന്നാണ് വിളിക്കുന്നത്. ഇനിയും അഗ്രികൾച്ചറിനൊപ്പം കെമിസ്ട്രിയും ഫിസിക്സും എടുത്ത് ഗ്രൂപ്പ് B നമുക്കിവിടെ ചൂസ് ചെയ്യാം. ഇതിൽ ഏത് വേണം എന്നുള്ളത് നമ്മുടെ ആപ്ലിക്കേഷൻ സമയത്തായിരിക്കും ഡിറ്റർമിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനും ഉണ്ടായിരിക്കും. ഇനിയും എന്തുകൊണ്ട് ഇപ്പോൾ തുടങ്ങണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികൾ ഏറെക്കുറെ ഫോക്കസ് ചെയ്യുന്ന എപ്പോഴും അഗ്രികൾച്ചർ റിലേറ്റഡ് ടോപ്പിക്കുകളായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ പഠനത്തിൽ ഒരു ബാലൻസ് കൊണ്ടുപോകേണ്ടത് വളരെ അനിവാര്യമാണ്. നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു CBT 1 എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മേഖലയാണ്. ഇവിടെ നമ്മൾ ക്വാളിഫൈ ചെയ്യുക തന്നെ വേണം. ഈ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നമ്മുടെ പഠനം നേരത്തെ തുടങ്ങുക,
നേരത്തെ തുടങ്ങിയോണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ അതിൽ സ്കിൽ ഉണ്ടാക്കണം. പ്രത്യേകിച്ചും മാത്തമാറ്റിക്സ്, റീസണിങ് പോലുള്ള മേഖലയിൽ ഒരു രീതിയിലുള്ള കോംപ്രമൈസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഓരോ തന്നെ സെക്ഷൻ വെച്ചേക്കുന്നുണ്ട് തന്നെ എല്ലായിടത്തും കൃത്യമായിട്ടുള്ള ഒരു ക്വാളിഫയിങ് സ്കോറിലും എത്തണം. അപ്പൊ അത് വളരെ വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഒട്ടും തന്നെ അതിനോട് ഉദാസീനത കാണിച്ചാൽ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ ഒക്കില്ല. അതിനെന്ത് ചെയ്യണം? നിങ്ങൾ പഠനം ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് ക്വസ്റ്റ്യനുകൾ പ്രാക്ടീസ് ചെയ്യുക. ഇതിന്റെ ഒരു പൊതുവായ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും CBT 1 ഡിഫിക്കൽട്ടി ലെവലുള്ള എക്സാം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ആ ഒരു സമയത്തെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ട് മാറുന്നത്. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതെല്ലാം CBT കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ്. കമ്പ്യൂട്ടറിന്റെ മുമ്പിലാണ് നമ്മൾ ഇരുന്ന് ചെയ്യേണ്ടത്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തെറ്റുകളിലേക്ക് പോകുന്നതിനുള്ള പ്രവണത കുറയും. അതായത് വായിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തെറ്റായ റോങ് ആൻസറിലേക്ക് പോകുന്ന പ്രവണത പലപ്പോഴും നമുക്കുണ്ട്. അതൊക്കെ ഒഴിവാക്കി സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് തയ്യാറെടുക്കാം. അതിന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കിട്ടുന്ന ചിലപ്പോൾ 30 ദിവസങ്ങൾ അല്ലെങ്കിൽ 40 ദിവസങ്ങളായിരിക്കും. അതിന് മുമ്പ് തന്നെ നമ്മൾ എക്സാമിനേഷന് വില്ലിംഗ് ആയി കഴിഞ്ഞാൽ ഒന്നാമത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ടെൻഷൻ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് എക്സാമിനേഷനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ പഠനം ഏറെക്കുറെ സ്മൂത്ത് ആവുകയും ഒപ്പം തന്നെ എല്ലാ മേഖലകളും കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ റിവിഷൻ ഓറിയന്റഡ് സ്റ്റഡീസ് ആയിരിക്കും നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ നമുക്ക് ഏറെക്കുറെ മനസ്സിലായി കാണും എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് പഠനം തുടങ്ങേണ്ടതിന്റെ അനിവാര്യത. അതുകൊണ്ട് തന്നെ വൈകിട്ടില്ല, ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങാം. ഇനിയുള്ള സമയം വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ പരീക്ഷയെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും. അപ്പോൾ എക്സാമിനേഷൻ തയ്യാറെടുക്കാനായിട്ട് ഏണസ്റ്റ് അക്കാഡമിയിൽ കോഴ്സുകൾ അവൈലബിൾ ആണ്. നമ്മുടെ കോഴ്സുകൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിലബസ് ഓറിയന്റഡ് ആണ്, കൃത്യമായിട്ട് റിവിഷൻ നടക്കുന്ന ഒരു ക്ലാസ് ആണ്. മാത്രമല്ല ധാരാളം ടെസ്റ്റ് സീരീസുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം കൂടി കിട്ടുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ സ്പീഡ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ കോഴ്സിന് ജോയിൻ ചെയ്യുക. കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം നൽകിയിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഗുഡ് ബൈ.